അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം രാവിലെ 5 മണിക്ക് തന്നെ റെക്കോംബിയ വന്നു കേട്ടോ. രാത്രി മുഴുവൻ ബസ്സിനകത്ത് ഒരേ ഇരിപ്പ്, അതിന്റെ ക്ഷീണവും ഉറങ്ങാത്തതിന്റെ ക്ഷീണവും ഇതെല്ലാം കൊണ്ട് പിയോ ബസ് സ്റ്റാൻഡിൽ മാറ്റും വിരിച്ച് സ്ലീപ്പ് മാഗ് ഇട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത യാത്ര ചിത്കുൽ ഗ്രാമത്തിലേക്കാണ്. ഇന്ത്യ ചൈന ബോർഡറിന് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമം, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ്. രാവിലെ 9:30 പിയോന്ന് ചിത്കുലിലേക്ക് ഒരു HRTC ബസ് ഉണ്ട് കേട്ടോ. 64 കിലോമീറ്റർ ആണ് ചിത്കുലിലേക്ക് ഇവിടുന്ന്. പക്ഷെ കിലോമീറ്റർ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഒരു 5 മണിക്കൂറെങ്കിലും എടുക്കും നമുക്ക് അവിടേക്ക് എത്താനായിട്ട്. കറക്റ്റ് ടൈമിൽ തന്നെ ബസ് വന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ബാഗ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പേർക്ക് നിൽക്കാനുള്ള സ്ഥലം പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിന്റെ മുകളിൽ കയറി 2 ബാഗും അവിടെ സേഫ് ആയിട്ട് കെട്ടിവെച്ചു. 150 രൂപ കേട്ടോ നമുക്ക് ചിത്കുല് വരെ ടിക്കറ്റ് വരുന്നത്. പിയോയിൽ നിന്ന് നിങ്ങൾ ചിത്കുലിലേക്ക് കയറുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ബസ്സിന്റെ വലതുവശത്ത് തന്നെ സീറ്റ് എങ്ങനെയെങ്കിലും പിടിക്കണം. അതെന്തിനാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ പോകുന്നത് ബാസ്പ നദിയുടെ ഒരു ഓരം ചേർന്നിട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് ചിത്കുലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച കർച്ചൻ പാസ് കൂടി നമുക്ക് കയറണം. 3450 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഒരു യാത്രയിൽ എന്നെ പോലെ മൗണ്ടൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിമാലയത്തിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു ഭീകരതയും നമുക്കിങ്ങനെ ഇരുന്ന് അനന്തമായിട്ട് ചിന്തിക്കാനുള്ള കാഴ്ചകൾ ഈ ഒരു യാത്ര നമുക്ക് തരുന്നുണ്ട്. വീതി കുറഞ്ഞ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ബസ് ഇങ്ങനെ അരികെ ചേർത്ത് നിർത്തും. തൊട്ട് സൈഡിൽ വലിയൊരു അഗാധതയും അതിന്റെ താഴെ കൂടെ ഒഴുകുന്ന ബാസ്പ നദിയും. ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് കണ്ണടച്ചിരിക്കാൻ തോന്നും, പക്ഷെ കണ്ണടക്കരുത്, കാരണം ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹിമാലയ യാത്ര. അങ്ങനെ 1 മണിയായപ്പോഴത്തേനും സാംഗ്ല എത്തി, 2:30 ആയപ്പോഴത്തേനും ചിത്കുലും വന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങോട്ടേക്കുള്ള യാത്ര തന്നെയാണ് ഒരു 60% ചിത്കുലിന്റെ ഭംഗിയും. ഇനി ഞങ്ങൾക്ക് ടെന്റ് അടിക്കാനായിട്ടുള്ള ഒരു സ്ഥലം നോക്കണം. നാളെ കാണാം കേട്ടോ.